എല്ലാവരെയും ഞാൻ ഒഫീഷ്യലി ഈ ഒരു സെറമണിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. മാർച്ച് 1 റിലീസ് ചെയ്യും. ആദ്യത്തെ തിരി തെളിയിക്കാൻ ഡയറക്ടർ കണ്ണൻ താമരക്കുളം അവരുകളെയും അതുപോലെ തന്നെ ഷഹീൻ സിദ്ദിഖ് ആക്ഷൻ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടുപേരും ഒരുമിച്ച് ആദ്യത്തെ തിരി തെളിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. രണ്ടുപേരും ചേർന്ന് ഫസ്റ്റ് എല്ലാം ലൈറ്റിംഗ് സെറമണി ബിസിനസ് ഫാദർ മദറും അമ്മയും അച്ഛനും ചേർന്ന് അടുത്ത തിരി തെളിയിക്കുക. മൂന്നാമത്തെ തിരി നമ്മളുടെ ഗീതു സംഗീത രമ്യ സ്ക്രിപ്റ്റ് കൈമാറുന്നത് എല്ലാവർക്കും നമസ്കാരം. ചിന്തകടി പുതിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിതിൻ്റെ കഥ കേട്ടു. വളരെ എക്സൈറ്റിംഗ് പ്രോജക്റ്റാണ്. സത്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നു, നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുന്നു, എന്തുകൊണ്ട് ഇത് പ്രാക്ടിക്കലി ഇത് സംഭവിക്കുന്നില്ല എന്നാണ് ഒരു ചിന്തിക്കുന്ന വിഷയമാണ് ഈ സിനിമ കൺവേ ചെയ്യുന്നത്. നല്ലൊരു കഥയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറിയാണ്. ഇതിൽ പോകാൻ പറ്റുന്നൊരു സന്തോഷമുണ്ട്. ഇതിൻ്റെ കാസ്റ്റിനെ കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഇവരൊക്കെ സംസാരിക്കും. അതിനുവേണ്ടി ഞാനും വെയിറ്റ് ചെയ്യണം. ഒരു നല്ല സിനിമ ഈ വർഷം മലയാള സിനിമയുടെ ഭാഗമായി വരുമെന്നുള്ളതിൽ വളരെ എക്സൈറ്റഡ് ആണ്. നമസ്കാരം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. വളരെ ശക്തമായ ഒരു സിനിമയായി മാറട്ടെ, അതുപോലെ സിനിമ ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അനീതിക്കെതിരെയുള്ള ശക്തമായ ഒരു പോരാട്ടമാണെന്നാണ് ആദ്യത്തെ ടൈറ്റിൽ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആവട്ടെ, എനിക്ക് ഡയറക്ടർ ഷമീറിനെ കുറച്ചധികം നാളായിട്ട് അറിയാം. സിനിമയെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് ഷമീർ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സിനിമയൊരിക്കൽ തിരിച്ച് സ്നേഹിക്കും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അനീതി ഒരു ഗംഭീര വിജയമാവട്ടെ. ഗംഭീര വിജയമാവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട്, പ്രാർത്ഥന. സിനിമ ഇറങ്ങുമ്പോൾ ഇത്രയും പേര് ആ സിനിമ ഉറപ്പായിട്ടും കാണണം. അതൊരു ഉറപ്പല്ലേ നിങ്ങളുടെ? അനീതി ഇറങ്ങുമ്പോൾ ആ സിനിമ ഉറപ്പായിട്ടും ഈ പൂജയ്ക്ക് വന്നിരിക്കുന്ന എല്ലാവരും കാണണം. കാരണം എനിക്ക് തിയേറ്ററിൽ നല്ല സിനിമകൾ വരുമ്പോൾ തിയേറ്ററുകാരുടെ ഏതായിട്ട് പറയുന്ന നല്ല സിനിമകൾ വന്ന് അടുത്ത ദിവസമൊക്കെ ഇതുപോലുള്ള ചെറിയ സിനിമകൾ, നല്ല സിനിമകൾ വരുമ്പോൾ തിയേറ്ററിലോട്ട് ഒരു മടി മാറി നിൽക്കുന്ന ഒരു സംഭവം ഇപ്പോൾ നടക്കുന്നുണ്ട്. പിന്നെ അത് തിയേറ്ററിൽ അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നത്. 2024 ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും നമ്മൾ കൊണ്ടുണ്ടാവുന്ന സപ്പോർട്ട് കൊടുത്താൽ, നമ്മൾ സപ്പോർട്ട് കൊടുത്താൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വരും. പിന്നെ മക്കളുണ്ട്, എല്ലാവരും ഓരോ പ്രാർത്ഥനയും സപ്പോർട്ടുണ്ട്. അപ്പോൾ
വലിയ വിജയമുണ്ടാവും. ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു, രണ്ടാമത്തെ സിനിമയിൽ എനിക്ക് വലിയ റോളുണ്ടെന്ന് പറഞ്ഞു. അതിട്ട് ഞാൻ റെഡിയായിരുന്നു, എന്നെ വിളിച്ചില്ല. എല്ലാവരും ഇതായിട്ട് പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല. എന്തായാലും അനീതി ഒരുപാട് കാര്യങ്ങൾ അനീതി എന്നുള്ള സിനിമയുടെ സബ്ജക്റ്റ് വെച്ച് പറയാൻ പറ്റും. അങ്ങനെ ഒരു സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ വന്ന എല്ലാവർക്കും ഷമീറിന്റെ ചേട്ടൻ എന്നുള്ള നിലയിൽ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യാനുള്ള പ്രാർത്ഥനയും സപ്പോർട്ടും നിങ്ങൾ കൊടുക്കുക. താങ്ക് യു. വലിയ സന്തോഷം. 2024 നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമയെ സ്നേഹിക്കുന്നവർക്ക് നല്ല തുടക്കമാണ്. തിയേറ്ററുകളിൽ വരുന്ന സിനിമകളെല്ലാം ജനം നന്നായി കയറുന്നു, പടങ്ങളെല്ലാം ഹിറ്റാവുന്നു. അതിനോടൊപ്പം ഈ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ ഷമീറിൻ്റെ ഈ സിനിമയ്ക്ക് ഞാനിവിടെ നിന്നുള്ള എല്ലാവിധ ആശംസകളും നേടുകയാണ്. ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയ ഒരു പ്രിയ സുഹൃത്താണ് ഷമീർ. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മിടുക്കനായ ഒരു വ്യക്തിത്വമാണ്. ഈ സിനിമ വൻ വിജയമാകട്ടെ. എന്തായാലും നീതിയുള്ള ഒരു സിനിമയായിരിക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ടൈറ്റിൽ കണ്ടത് പുതിയ അത്ഭുതങ്ങൾ ഈ സിനിമയിലൂടെ ഷമീർ കെട്ടിത്തിരിക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന നിർമ്മാതാവ് ഉൾപ്പെടെ എല്ലാ സാങ്കേതിക വിദഗ്ധർക്കും മറ്റുള്ളവർക്കുമെല്ലാം എൻ്റെ മനസ്സുകൊണ്ട് ഹൃദയത്തോടെ ഞാൻ നല്ല ആശംസകൾ നേരുന്നു. വരാൻ സാധിച്ചത് ഞാൻ കുരിപ്പറമ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വിജയമുണ്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അനീതിയുടെ ഷമീർ സാറിൻ്റെ ഈ ഒരു പൂജ എനിക്ക് വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ഈ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അന്വേഷണം കണ്ടപ്പോൾ നല്ല രീതിയിൽ അഭിപ്രായം ഉന്നയിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ നല്ലൊരു സിനിമാ ലോകം പിന്നെ സജീവമാവട്ടെ. നമ്മളെല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ഷമീർക്ക മൊത്തം ഷമീർക്കൻ്റെ ഈ ഒരു പരിപാടി അടിപൊളിയല്ലേ അല്ലേ? അപ്പം ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ വലിയ സന്തോഷം. അപ്പം എല്ലാവിധ ആശംസകളും ഷമീർക്ക. അപ്പം പൊളിച്ചെടുക്കാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ദാസേട്ടൻ വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. കാരണം ഇവിടെ കഴിഞ്ഞ പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. കുരിപ്പപ്പ ഈ വരുന്ന 1-ാം തീയതി പടം റിലീസാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസറായ കഴിഞ്ഞ പടം ഇല്ലെന്ന് ഇരുന്നില്ലേ? ഓക്കെ, സന്തോഷം. ഡയറക്ടർ എനിക്ക് ഫസ്റ്റ് ടൈമാണ് പരിചയം. എങ്കിലും ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട് ഈ സിനിമയെ കുറിച്ചിട്ട്. നല്ലൊരു സ്ക്രിപ്റ്റാണ്, രസകരമായിട്ട് വരും. എന്തായാലും എല്ലാവിധ ആശംസകളും. ഇതിൻ്റെ പിന്നീട് മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും താങ്ക് യു. ദിവസത്തിനെ പറ്റി നിങ്ങളോട് സംസാരിക്കാൻ എല്ലാവർക്കും നമസ്കാരം. അനീതി എന്ന് പറഞ്ഞ ടൈറ്റിൽ തന്നെ ഉണ്ട് എന്തൊക്കെയോ അല്ലേ? അപ്പം നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അനീതി ഒരു നല്ല ചിത്രമാവട്ടെ. ഇതിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. സംസാരിക്കുന്നതിന് മുമ്പ് ഒരാളോട് ഞാൻ ക്ഷണിക്കുകയാണ്. പത്തനംതിട്ട DYSP സാബു സാറ് നമ്മളെ ക്ഷണിച്ചു വന്നിട്ടുള്ള എല്ലാവരും പ്രത്യേകം സ്നേഹം അദ്ദേഹത്തെ കൂടി ഞാൻ ക്ഷണിക്കുക. കലാകാരനാണ്, കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാസർഗോഡാണ്, കാസർഗോഡ് ഡിവിഷനാണ്. ഇപ്പോൾ ആദ്യമായിട്ട് ഷമീറിനെ പരിചയപ്പെടുന്നത് വൈകിട്ടാണ്. ആദ്യ സിനിമയുടെ പ്രചരണ രംഗങ്ങളിൽ പൊതുവേദികളെല്ലാം തിയേറ്ററിലേക്ക് ചെറിയ പടങ്ങൾ വരുമ്പോൾ എല്ലാം വലിയ പടങ്ങൾ തന്നെയാണ്. എങ്കിൽ പോലും വലിയ സാധനങ്ങളൊന്നും ഇല്ലാത്ത പടങ്ങൾ വരുമ്പോൾ തിയേറ്ററിൽ ആൾക്കാർ കയറാൻ തീരെ കുറവാണ്. അത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സിനിമയുടെ പ്രൊഫഷണലിലേക്ക് ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്നാമത്തെ പോയി കാണണം. അതേപോലെ ഈ സിനിമയും കണ്ട് വിജയിപ്പിക്കണം. എല്ലാവർക്കും ഒരു കൂടി ആശംസ പറഞ്ഞുകൊണ്ട് നിർത്തുന്നുണ്ട്. പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറയുന്നു, സന്തോഷം, ഒരുപാട് സന്തോഷം. പിന്നെ ഒരു സിനിമയുടെ നെടുന്തൂൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രൊഡ്യൂസർ തന്നെയാണ്. ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനപ്പുറത്തേക്ക് മറ്റെന്തും നടക്കുകയുള്ളൂ എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള 2 പേരോട് ഞാൻ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, അപ്പോൾ എനിക്കറിയില്ല, ഞാനൊരു മ്യൂസിക്കാരെന്ന് പറഞ്ഞു 2 പേരെ ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി.
ഇന്നും ഈ സിനിമയിൽ എത്തി നിൽക്കുന്നു. പറഞ്ഞറിയിക്കുന്നതിനപ്പുറത്തേക്ക് സിനിമയിൽ കഥകളെന്ന് ഇഷ്ടപ്പെടുന്ന പ്രിയ ബഷീർക്ക, അതേപോലെ അദ്ദേഹത്തിൻ്റെ അളിയൻ കൂടിയായിട്ടുള്ള ബിസ്മിത്ത്, രണ്ടുപേരെയും ഞാൻ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അവരുടെ സംവിധായകനായിട്ട് ഞാൻ അഭിമാനിക്കുന്നു. സന്തോഷപൂർവ്വം ഞാൻ രണ്ടുപേരെയും ക്ഷണിക്കുന്നു. ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണു, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം. വിഷ്ണു, നമ്മുടെ ബിഗ് ബോസ് നമ്മളെല്ലാവരെയും വിഷ്ണു നമ്മൾ ആതിഥ്യം സ്വീകരിച്ച് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് രണ്ടു വാക്ക് സംസാരിക്കാൻ, കാരണം അതിഥിയാണ് നമുക്ക് ഏറ്റവും വലുത്. അദ്ദേഹത്തിന് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുക. നമസ്കാരം എല്ലാവർക്കും, ഇവിടെ എത്തിയ എല്ലാവർക്കും നമസ്കാരം. എന്നിപ്പോൾ ഈ പടത്തിൻ്റെ പൂജയ്ക്ക് ക്ഷണിച്ച ഷമീർ സാറിന് ഇതിൻ്റെ എല്ലാ കാസ്റ്റിംഗിലും എൻ്റെ എല്ലാ വിശ്വസും നേടുന്നു. എന്താ പറയുക, ഈ പടം നല്ലൊരു സക്സസ് ആയി മാറട്ടെ. താങ്ക് യു സോ മച്ച്. ആക്ഷൻ ആയിട്ടുള്ള ഡേവിഡ് ജോൺ അദ്ദേഹത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടുപേർക്ക് സംസാരിക്കാൻ വേണ്ടി. എല്ലാവർക്കും നമസ്കാരം. വളരെ ആകർഷകമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ വളരെ ബന്ധപ്പെട്ട നമ്മുടെ ഷെബിലിക്കയുടെ പടം വിസ്മിതിക്ക, അപ്പോൾ അത് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും വിളിച്ചിരുന്നു. ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ മലയാള സിനിമ ഭയങ്കര മാറ്റത്തിൻ്റെ സമയത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങുന്ന എല്ലാ പടങ്ങളും നല്ല വിജയം, എല്ലാവർക്കും നല്ല അഭിപ്രായം, തിയേറ്റർ കളക്ഷൻ നേടുന്നു. വളരെ സന്തോഷമുണ്ട്. ആ കൂട്ടത്തിലും അതിൻ്റെതായ ഒരു ഗ്രാമം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. അതിൻ്റെ എല്ലാ കാസ്റ്റർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.